ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PN ക്രിയേഷൻസ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കവറില്ലേ, അത് നമുക്ക് തുണിയിൽ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇതാകുമ്പോൾ നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും. ഒരു 5 കിലോ കൂടുതലുള്ള സാധനങ്ങൾ എങ്ങനെയാണ് ഫ്രൂട്ടായാലും വെജിറ്റബിളായാലും നമുക്കിതിൽ മേടിക്കാനും പറ്റും. ഇതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് പേഴ്സിലോ ബാഗിലോ വെച്ച് കൊണ്ടുപോകാനും എളുപ്പമാണ്. ഇത് ഞാനിപ്പോൾ കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സിൽക്കോ സിന്തറ്റിക്കോ എടുക്കുകയാണെങ്കിൽ ഇതിലും കുറച്ചുകൂടി ഒന്ന് ഒതുക്കത്തിൽ വെക്കാൻ പറ്റും. ആദ്യം നമുക്ക് ഒരു കവർ എടുത്തിട്ട് അത് നന്നായി ഇങ്ങനെ നിവർത്തി കൊടുത്തിട്ട് ഈ മേൽഭാഗത്തുള്ള 2 പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ താഴെയുള്ള ഈ ഭാഗം ഒരു ഹാഫ് ഇഞ്ചും വേണ്ട, അതിലും കുറച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിങ്ങനെ നിവർത്തി കൊടുക്കാം. ഈ ഒരു ഭാഗം കൂടി നമുക്ക് ആവശ്യമില്ല, അതങ്ങ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് തുണിയിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ബാലൻസ് വന്ന തുണിയാണ്. 1 മീറ്ററിൽ കൂടുതലുണ്ടാവും ഇത്. അത് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ കവർ ഇതിൻ്റെ മേലെ വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. വിഡ്ത്ത് ഇത്രയും മതി, പക്ഷെ ലെങ്ത്ത് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇത് തുണി ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് ഇത് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ടിമ്മീസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, അതിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെ ഇതും കട്ട് ചെയ്തെടുക്കേണ്ടത്. ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിത് കവറിൻ്റെ അതേ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ റോങ് സൈഡും മറ്റേ തുണിൻ്റെ റോങ് സൈഡും വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ തുണി തയ്ക്കുമ്പോൾ നല്ല വശം വെച്ചാണ് തയ്ക്കുന്നത്. ഇത് നമ്മൾ റോങ് സൈഡ് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. വളരെ അറ്റത്തെ കൂടെ വേണം തയ്ച്ചെടുക്കാൻ. നമ്മൾ ഓവർലോക്കൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ അറ്റത്തെ കൂടെ തയ്ച്ചെടുക്കണം. ഈ ഒരു പോർഷൻ വിട്ടിട്ട് ഷോൾഡറിൻ്റെ താഴെ മുതൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ മറിച്ചിട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കും. അപ്പോൾ ഈ തയ്യൽ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ വേണ്ടി ഇത്രയും അറ്റത്ത് കൂടെ തയ്ച്ചെടുക്കുന്ന. ഇനി ഇത് മറിച്ചിട്ടിട്ട് ഈ ഉൾഭാഗത്ത് ഒരു ഹാഫ് ഇഞ്ച് വിട്ടിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേ ലൈനിലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡും സെയിം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഷോൾഡറിൽ നിന്ന് താഴോട്ടേക്ക്. അപ്പോൾ ഇതും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് ഭാഗം അതുപോലെ തന്നെ ഷോൾഡറിൻ്റെ താഴെ ഭാഗവും ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്താൽ മതി.
ഇതുപോലെ നമ്മൾ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ സ്റ്റിച്ച് കാണാൻ പറ്റില്ല, അഥവാ ഉള്ളിൽ പോയിക്കോളും. അതിനുവേണ്ടി ഇങ്ങനെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്ന. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ നല്ല വശം വരിക. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ പിടിച്ചിട്ട് 2 ഇഞ്ച് അപ്പുറം ഇപ്പുറം 2 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അത് ഇപ്പുറത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ കവറിൻ്റെ സൈഡിൽ കാണുന്നില്ലേ, ഇതുപോലെ ഉൾഭാഗത്ത് മടക്കി വെച്ച പോലെ ആ പോർഷനാണ് ഇത്. നമുക്കിതൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഈ സൈഡ് നമുക്ക് അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കേണ്ട. ഇതിൻ്റെ നല്ല വശവും മറ്റേതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെയായിട്ട് ഒരു 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അത് മറിച്ചിടുമ്പോൾ അത് സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നല്ല ഫിനിഷായിട്ട് വരും. ഇനി നമുക്ക് താഴെയുള്ള ഈ ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്താൽ മതി. അതിനുവേണ്ടി ഞാനിവിടെ 2 ഇഞ്ച് വിഡ്ത്തുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്, ഒരു പീസ്. അപ്പോൾ അതിവിടെ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് സൈഡും ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഷോൾഡർ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മളിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ സ്റ്റിച്ച് അങ്ങ് ഉള്ളിൽ പോയിക്കോളും. ഇതുപോലെ തന്നെ അടിഭാഗത്തും ഈ പീസ് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ബാക്ക് ഭാഗത്തോട്ട് താഴോട്ട് മടക്കി കൊടുക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി, പക്ഷെ ആ സ്റ്റിച്ച് അവിടെ തന്നെ കിടക്കും. ഇതുപോലെ പീസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തയ്ച്ച ഭാഗം കാണില്ല. അതിനുവേണ്ടി ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന അറ്റത്ത് കൂടെ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെ ക്യാരി ബാഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പിൻ ചെയ്ത് വെച്ച് അതൊക്കെ എടുത്ത് മാറ്റാം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ മെഷർമെൻറ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.